വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഉഷാ വിജയരാഘവൻ. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബായേ നമ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ മധുരവാണികൾ കേട്ട് സുഗതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ. ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഗുരുസാഗരം മാസിക ഒരു വർഷത്തേക്ക് തപാലിൽ ലഭിക്കാൻ 600 രൂപ അടച്ചാൽ മതി. വെറും 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കും. പണമടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ 8078188858. വിലാസം അയക്കേണ്ട വാട്സാപ്പ് നമ്പർ 6282319294. ഒരു സന്തോഷ വാർത്തയുണ്ട്. മാസിക ഇപ്പോൾ ഡിജിറ്റലായിരിക്കുകയാണ്. www.gurusagaram.com എന്ന വെബ്സൈറ്റിൽ നമുക്ക് എവിടെയിരുന്നും ഡിജിറ്റലായി ഗുരുസാഗരം മാസിക വായിക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ വിഷയം എന്താണെന്ന് നമുക്ക് നോക്കാം. 2025 ജൂലൈ ലക്കം ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയിലെ നല്ല കുടുംബം എന്ന പങ്ക്തിയാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. പുരുഷൻ്റെ വിജയത്തിനു പിന്നിലെ സ്ത്രീ ആര്? ഏതൊരു പുരുഷൻ്റെയും വിജയത്തിനു പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയും. അതുപോലെ സ്ത്രീയുടെ വിജയത്തിനു പിന്നിൽ ഒരു പുരുഷനും കാണും. പിന്നിൽ നിൽക്കുന്നയാൾക്ക് വിജയത്തിൻ്റെ പൊൻകിരീടം ആവശ്യമില്ലാത്തയാളായിരിക്കും. അയാൾ ഒരു നല്ല നന്ദി വാക്കുപോലും കൊതിക്കാത്ത ആളായിരിക്കും. അയാൾ അല്ലെങ്കിൽ അവൾ ഒരു ചുമട് താങ്ങിയെപ്പോലെ ത്യാഗം സഹിക്കും. തന്നിൽ ആശ്രയിക്കുന്നയാൾ വിജയപഥത്തിൽ കയറുന്നത് കാണുമ്പോഴുണ്ടാകുന്ന ചാരിതാർത്ഥ്യമായിരിക്കും അവരുടെ ധന്യത. ലോകത്തെ വിജയപഥമേറിയ ഏതൊരു വ്യക്തിക്കും ഇങ്ങനെയൊരു ചുമട് താങ്ങി ഉണ്ടായിരിക്കും. എന്നാൽ സ്ത്രീക്ക് പുരുഷനും പുരുഷന് സ്ത്രീയും തന്നെ ആവണം എന്ന് അതിന് നിബന്ധനയൊന്നുമില്ല. ചിലപ്പോഴെല്ലാം സ്ത്രീക്ക് സ്ത്രീയും പുരുഷന് പുരുഷനും അങ്ങനെ തുണയായി തീരാറുണ്ട്. അമ്പാതരുന്നു വിജയം. വിജയം കൊതിക്കുന്നത് വൃഷ്ടിബോധമുള്ള പുരുഷനും അതിനുള്ള ശക്തി നൽകുന്നത് സമഷ്ടശക്തിയായ സ്ത്രീയുമാണെന്നതാണ് വാസ്തവം. അത് ഗുരുവിൻ്റെ ജനനീ നവരത്നമഞ്ജരിയുടെ 7ാം പദ്യത്തിൽ പറയുന്നുണ്ട്. സ്വന്തം ജന്മപാപങ്ങളെയും കർമ്മബന്ധക്കുരുക്കുകളെയും അറിവാകുന്ന അമ്പെടുത്ത് നിർദ്ദയം എയ്തു മാറ്റുന്നവനാണ് വിജയിക്കുന്നത്. അതിന് ഇരുമ്പ് പോലെ ദൃഢതയുള്ള ഒരു മനസ്സ് വില്ലായും അമ്മയുടെ പാദപത്മത്തിൽ സമർപ്പിതമായ ഭക്തി ഞാണായും കൈമുതലാക്കണം. അങ്ങനെ അചഞ്ചലമായ മനസ്സും നിസ്സീമമായ കരുണയും കൈമുതലാക്കി അറിവിനാൽ യുദ്ധം ചെയ്ത് അജ്ഞതയ്ക്ക് കാരണമായ എല്ലാ വ്യവഹാരങ്ങളെയും ഇല്ലാതാക്കുമ്പോഴാണ് വിജയം കൈവരുന്നത്. ഇതിന് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും നൽകുന്നത് വിശ്വജനനിയായ അമ്മയാണ്. പരമാത്മബോധത്തിൽ ഉറഞ്ഞിരുന്നിട്ട് സ്പന്ദിച്ചുയരുന്ന ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി കാണിക്കുന്നത്. അതേ ശക്തിയാണ് പ്രപഞ്ച വസ്തുക്കളിലെല്ലാം നിറഞ്ഞിരിക്കുന്നതും. മനുഷ്യരിലെ സ്ത്രീയിലും പുരുഷനിലും ഇതേ ശക്തി നിറഞ്ഞിരിക്കുന്നു. ശക്തി സ്ത്രീയും ശക്തൻ പുരുഷനുമാണ്. അപ്പോൾ വിജയം കൊതിക്കുന്നയാൾ സ്ത്രീ ആയാലും പുരുഷനായാലും അതിന് ശക്തിയുടെ സഹായം വേണം. അതായത് വിജയിക്കുന്ന ഓരോ സ്ത്രീക്കും പുരുഷനും പിന്നിൽ ഉള്ളത് പരമചൈതന്യമായ ശക്തിയാണ്, ജനനിയാണ്. അവളാണ് എല്ലാവരുടെയും വിജയത്തിനു പിന്നിലെ സ്ത്രീ. അതാണ് അമ്പാതരുന്നു വിജയം എന്ന് ഗുരു പാടുന്നത്. സ്ത്രീയെയും പുരുഷനെയും രൂപം കൊണ്ടല്ല തിരിച്ചറിയേണ്ടത്. സ്ത്രീയും പുരുഷനും ശരീരത്തിൻ്റെ ആകൃതിയും പ്രകൃതിയും കൊണ്ടാണ് തിരിച്ചറിയപ്പെടുന്നത്. എന്നാൽ ആന്തരികമായ ഊർജ്ജഘടനയിൽ പുരുഷനിൽ സ്ത്രീയും സ്ത്രീയിൽ പുരുഷനും ഉണ്ട്. വേദാന്ത ശാസ്ത്രപ്രകാരം ചിന്തിച്ചാൽ ഒരു വ്യക്തിയിലെ ബോധമാണ് അയാളിലെ പുരുഷൻ. അയാളിൽ വിവിധ രൂപങ്ങളിൽ നിലകൊള്ളുന്ന ശക്തിയാണ് അയാളിലെ സ്ത്രീ. ശക്തിയും ബോധവും ചേർന്നതാണ് ഒരു വ്യക്തി. ഇവ രണ്ടും സ്ത്രീയിലും പുരുഷനിലുമുണ്ടല്ലോ. അതാണ് സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തിൻ്റെ ആധാരം. പിന്നെ എങ്ങനെയാണ് സ്ത്രീയും പുരുഷനും രണ്ടായി നിലകൊള്ളുന്നത്? ശക്തിയെ ബോധം നിയന്ത്രിക്കണം. ബോധത്തിന് അധീനമായ ശക്തിയാണ് വിവേകം എന്ന് പറയുന്നത്. ഈ അർത്ഥത്തിലാണ് പുരുഷന് അധീനയാകണം സ്ത്രീ എന്ന് പറയുന്നത്. എന്നാൽ പുരുഷനായി നിൽക്കുന്നയാളിൽ നല്ല രീതിയിൽ ബോധം പ്രകാശിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് അധീനയായ സ്ത്രീക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവിടെ നോക്കേണ്ടത് അവരിൽ ആരിലാണ് ബോധം നന്നായി പ്രകാശിക്കുന്നത് എന്നതാണ്. ആരിലാണ് ശക്തി മാത്രം പ്രകാശിക്കുന്നത് എന്നാണ്.
ബോധം സ്ത്രീയിലാണ് കൂടുതൽ ജ്വലിക്കുന്നതെങ്കിൽ അവൾക്ക് സ്ത്രീയുടെ രൂപമേ ഉള്ളൂ. അവൾ ശരിക്കും പുരുഷപ്രകൃതിയാണ്. അവളാണ് അവിടെ നായകസ്ഥാനത്ത് നിലകൊള്ളേണ്ടത്. കരുത്തനായ പുരുഷൻ അവളെ അനുസരിച്ച് പ്രവർത്തിച്ചാൽ വിജയം ലഭിക്കും. സ്ത്രീത്വത്തെ ഭൂമിയോടാണ് ഉപമിക്കുന്നത്. എല്ലാറ്റിനെയും താങ്ങാൻ ശേഷിയുള്ളത്ര പൊട്ടൻഷ്യൽ എനർജിയാണ് ഭൂമിയുടേത്. ഭൂമിയുടെ സ്ഥിതികോർജ്ജമാണ് പല രൂപങ്ങളിൽ നാം ഉപയോഗിക്കുന്നത്. ഭൂമി എല്ലാറ്റിനെയും താങ്ങുന്നു. ഉയരം കൂടിയ പർവ്വതത്തെയും ആഴം കൂടിയ ഗർത്തത്തെയും അവൾ താങ്ങുന്നു. അവൾ എല്ലാറ്റിൻ്റെയും പ്രേരക ശക്തിയും പീഠവുമായി വർത്തിക്കുന്നു. അങ്ങനെ സ്വന്തം വൃഷ്ടിബോധത്തെ മറന്ന് മറ്റുള്ളവരുടെ നിലനിൽപ്പിനായി നിലകൊള്ളുന്നവൾ എന്നാണ് ഭൂമിയുടെ നില. അതാണ് ശരിയായ സ്ത്രീയുടെ നിലയും. പക്ഷേ സ്ത്രീയായി ജനിക്കുന്നവരെല്ലാം ഇതേ നിലയിലുള്ളവരല്ല. അവരെയെല്ലാം ശരീരം സ്ത്രീയുടേതാണെങ്കിലും സ്ത്രീയായി പരിഗണിച്ച് ഈ നിലയെ സ്വീകരിക്കാൻ നിർബന്ധിതരാക്കരുത്. സ്ത്രീയുടെ ഈ ഭൂമിസഹമായ ഊർജ്ജനിലയെ അടിസ്ഥാനമാക്കിയാണ് സൃഷ്ടി എന്ന കർമ്മത്തെ അവളിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നത്. സൃഷ്ടിയിൽ ഭൂമിയാണ് ഗർഭപാത്രം, ബോധാംശമാണ് ബീജം. ഗർഭപാത്രം കയ്യിലുള്ളവളെയാണ് സൃഷ്ടിഗൃഹമാക്കി വെച്ചിരിക്കുന്നത്. പെറ്റു വളർത്തുക എന്ന ഭൂമിയുടെ നിലയാണ് അതിനാൽ സ്ത്രീക്കും കൽപ്പിച്ചിരിക്കുന്നത്. പെറ്റവൾക്കെ വളർത്താനും പരിചരിക്കാനും മനസ്സുണ്ടാവൂ. അതാണ് സ്ത്രീയെ കുടുംബം എന്ന ഗർഭഗൃഹത്തിൻ്റെ നാഥിയാക്കി കാണുന്നതിൻ്റെ പൊരുൾ. കുടുംബം നിലകൊള്ളുന്നത് സ്ത്രീയുടെ സ്വത്വത്തിലും പുരുഷൻ്റെ നിയന്ത്രണത്തിലുമായിരിക്കണം. ചില പുരുഷന്മാർ സർവം താങ്ങുന്ന ക്ഷമയുടെ രൂപങ്ങളായി വർത്തിക്കാറുണ്ട്. അവരിൽ മാതൃപ്രകൃതമാണ് ഉള്ളത്. അവരിൽ സ്ത്രീത്വം കൂടുതലാണ്. അവർ പുരുഷന്മാരെന്ന ബാഹ്യപ്രകൃതം മാത്രമേ സൂക്ഷിക്കുന്നുണ്ടാവൂ. അവർ ചിലപ്പോൾ പുരുഷപ്രകൃതം കൂടുതലുള്ള അവരുടെ ഭാര്യമാരുടെ വിജയത്തിനു പിന്നിൽ താങ്ങായും തണലായും നിലകൊള്ളുന്നത് കാണാറുണ്ട്. അതാണ് വിജയിക്കുന്ന സ്ത്രീയുടെ പിന്നിലെ പുരുഷ സാന്നിധ്യമെന്ന് നാം പറയുന്നത്. എന്നാൽ ആത്യന്തികമായി അത് വിശ്വപ്രകൃതിയായ മായാവനിതയുടെ സാന്നിധ്യം തന്നെയാണ്. ദമ്പതിമാരെ അവരുടെ ഹിതത്തിന് വിടുക. പണ്ടേ നമുക്കെല്ലാം ഉള്ള ഒരു ശീലമാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കി അഭിപ്രായം പറയുക എന്നത്. രണ്ടുപേർ വിവാഹിതരായാൽ 2-ാം മാസം തുടങ്ങി വിശേഷം ആയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. എത്രത്തോളം അവർ ആ ചോദ്യത്തിൻ്റെ പേരിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുവെന്ന് ചോദ്യകർത്താക്കൾ അറിയാറേയില്ല. ആ സമ്മർദ്ദത്തിൻ്റെ ആധിക്യത്തിൽ എങ്ങനെയും കുട്ടി ഉണ്ടാവുക എന്ന ആഗ്രഹത്തിലേക്ക് അവർ പോകും. മാനസികമായ ഐക്യം, സമാധാനപൂർണമായ ജീവിതാന്തരീക്ഷം എന്നിവ നല്ല കുഞ്ഞിൻ്റെ പിറവിക്കുള്ള സാധ്യതകളാണ്. അതൊക്കെ ഈ ബാഹ്യ സമ്മർദ്ദക്കാർ ഇല്ലാതാക്കും. അവർ ആലോചിച്ച് ചെയ്യട്ടെ എന്ന് കരുതി വിട്ടുകൊടുത്താൽ എത്രത്തോളം ആയാസരഹിതമാകും അവരുടെ ജീവിതം. അതുപോലെ ദമ്പതികളുടെ ഒന്നിച്ചുള്ള ഇടപഴകലുകൾ, വിനോദങ്ങൾ, യാത്രകൾ, സ്നേഹസംവാദങ്ങൾ എന്നിവയ്ക്ക് വീട്ടിൽ അനുഗുണമായതുപോലൊരു അന്തരീക്ഷം ഒരു റിസോർട്ടിലും കിട്ടില്ല. അവരെ അതിന് അനുവദിക്കുക എന്നത് ദാമ്പത്യത്തെ ദൃഢപ്പെടുത്തുന്ന നിലപാടാണ്. അയൽവക്കത്തെ വീട്ടിൽ ഗൃഹനാഥൻ മുറ്റമടിക്കുന്നത് കണ്ടാൽ, പാത്രം കഴുകുന്നത് കണ്ടാൽ, കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് കണ്ടാൽ, വസ്ത്രം കഴുകുന്നത് കണ്ടാൽ ഇതെന്താ വീട്ടുകാരി ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കാത്ത എത്ര ആണും പെണ്ണും നമ്മുടെ പരിസരത്തുണ്ടാകും. ഓരോരുത്തരുടെ ജീവിതം അവർ തന്നെ ഡിസൈൻ ചെയ്യുന്നതാണ്. അതിൽ അവർ ആലോചിച്ചും സഹകരിച്ചും പരസ്പരം അറിഞ്ഞും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതിലിടപെട്ട് അവർക്കിടയിൽ ഒരു ചേരിതിരിവുണ്ടാക്കുമ്പോൾ അവിടെ സ്ത്രീ പുരുഷ ഭേദം എന്ന ഒരു സ്ഥിരം സംഘർഷഭൂമിക ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ലേഖനത്തിലൂടെ നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നതും അതുതന്നെയാണ്. രണ്ടുപേർ ചേരുന്ന ബന്ധത്തിൽ ആര് എന്തൊക്കെ റോൾ വഹിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ശരീരഘടന കൊണ്ട്, പ്രകൃതിയും മാനസിക ഐക്യം കൊണ്ട് അവർ ഇരുവരുമാണ്. അതിലിടപെടാൻ പ്രകൃതി പോലും ശ്രമിക്കാറില്ല. മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ ഇടപെടാൻ എടുക്കുന്ന ജാഗ്രതയും ഊർജവും അവനവൻ്റെ കാര്യത്തിൽ ചെലുത്തിയാൽ അവനവൻ്റെ ജീവിതം അന്യർക്ക് ഗുണം ചെയ്യുന്നതിനായി ഉപകാരപ്പെടും. സഹായം അഭ്യർത്ഥിക്കുമ്പോൾ സന്മനസ്സോടെ അത് ചെയ്തു കൊടുക്കുക. ഉപദേശം തേടുമ്പോൾ സ്വന്തം ബോധ്യത്തിൽ നിന്നുള്ള കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞു കൊടുക്കുക. അഭിപ്രായങ്ങൾ ചോദിച്ചാൽ പറയാം, പക്ഷേ അത് കേൾക്കുന്നവർ നടപ്പാക്കിയേ തീരൂ എന്ന് വാശി പിടിക്കാതിരിക്കുക. ഇതൊക്കെ സാമൂഹിക ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കും. സ്ത്രീ പുരുഷ ഭേദമില്ലാത്ത സ്വതന്ത്ര വ്യക്തിത്വങ്ങൾ വളർത്താനും വളരാനും പരിശ്രമിച്ചാൽ നമ്മുടെ വിജയത്തിനു പിന്നിൽ ഒരു സ്ത്രീയോ പുരുഷനോ അല്ല, ഒട്ടേറെ പേർ പങ്കാളികളായിത്തീരും. അതാണ് മികച്ച ലോകക്രമത്തിൻ്റെ ഉദാത്ത മാതൃക. ഇന്നത്തെ വായന ഇവിടെ പൂർണ്ണമാകുകയാണ്. വീണ്ടും അടുത്ത ബുധനാഴ്ച പുതിയ വിഷയമായി വോയിസ് ഓഫ് ഗുരു നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. എല്ലാവർക്കും നമസ്തേ.